ിലേക്ക് നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇതൊരു ഗെയിമിംഗ് വീഡിയോ ഒക്കെ കാണുമെന്ന്. പക്ഷേ നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പണ്ട് തൊട്ടേ കളിക്കാൻ തുടങ്ങിയൊരു ഗെയിമാണ്. ഫ്രീ ഫയർ, പബ്ജി അങ്ങനത്തെ ഗെയിമൊന്നും വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് മാക്സിമം ഞാൻ കളിക്കാൻ ട്രൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സർവൈവൽ സീരീസിൽ നമ്മൾ 1 ബ്ലോക്കൊക്കെ കളിക്കാം. ഇതിന് മുമ്പേ ഞാനൊരു ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഗൈസ്. ഫുട്ബോളിൻ്റെ എന്തെങ്കിലും ചലഞ്ച് തന്നാൽ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് അത് അപ്ലോഡ് ആയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് പതിയെ അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് കളിച്ചാൽ മതി. ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് മരം മുറിച്ച് വീടൊക്കെ സെറ്റാക്കണം, ആയുധങ്ങൾ ഉണ്ടാക്കണം, കുറേ പരിപാടിയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോൻ്റെ താഴെ ആരെയും SM ഇടുക. SM ഇട്ട് അവരുടെ പേര് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അവരുടെ പേരുള്ളതാണെങ്കിൽ ഞാൻ പേര് പറയും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് അദ്രിത് എന്നാണ്. അങ്ങനെ ഇടുമ്പോൾ ഇപ്പോൾ അദ്രിത് ഒരു SM ഇട്ടാൽ ഹലോ അദ്രിത് എന്ന് ഞാൻ പറയുന്നതായിരിക്കും. വെട്ട് തഴുവണു ഗൈസ്, തഴുവണു. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ മറ്റേ യൂട്യൂബേഴ്സിൻ്റെ കിടക്കല്ല. അത് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ Q&A ചലഞ്ചൊക്കെ കാണും ഗൈസ്. ഞാൻ കുറേ വീഡിയോ ഇടാറുണ്ട്. എല്ലാവരും കാണുന്നതാണ് എൻ്റെ വീഡിയോസൊക്കെ. എനിക്ക് അത്രയ്ക്കും ഞാൻ കഷ്ടപ്പെട്ടാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. ഒന്നുമില്ല, നിങ്ങളെ ചുമ്മാ സൂചിപ്പിക്കാൻ വേണ്ടി അതൊക്കെ പറയുന്നത് വിശ്വസിക്കില്ല കേട്ടാ. കുറേ ആൾക്കാർ വീഡിയോ എടുക്കുമ്പോൾ കുറേ ആൾക്കാരെന്ത് പറയാനൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഫേസ് കാണിച്ചിട്ട് ചെയ്യാൻ പറയും. ബ്ലോഗ് ചെയ്യുമ്പോൾ മാത്രമേ ഫേസ് കാണിക്കാറുള്ളൂ. പക്ഷെ ഇത്തവണ ഞാൻ ഫേസ് കാണിച്ചാലോ എന്നെനിക്ക് തോന്നി. കുറേ പരിപാടിയുണ്ട്. ഹലോ, എൻ്റെ ഫേസ് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഗൈസ് എൻ്റെ ഫേസ്. ഞാൻ ഇവിടെ ഗെയിമിങ്ങിലാണ് ഗൈസ്. കുറേ അധികം പരിപാടികളുണ്ട്. ഞാനിപ്പോൾ മൈനിങ് ചെയ്തു. ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം മറന്നു പോയി. ഈ സാധനം താഴോട്ട് വെക്കുന്നത് മേലോട്ട് വെച്ചോ. നേരത്തെ വെച്ച് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. താഴോട്ട് വയ്ക്കാം. ഇവിടെ വയ്ക്കാം. $36 കിട്ടി. ഡേറ്റ് ഉണ്ട്. ഡേറ്റ് ആയുധങ്ങൾ ഉണ്ടാക്കാം. ഒരു കത്തി, ഒരു പിക്കാക്സ്, ഒരു കുടല്, ഒരു മണ്ണ് തൊണ്ടി. ഇത്ര നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് നേരെ നമുക്ക് ഇവിടുന്ന് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകും. ഇത് ഐസ് വാട്ടർ അല്ലേ? ആണ്, ഐസാണ്. എൻ്റെ മുഖം പകുതി കാണാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ മുമ്പ് ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഫുട്ബോളിൻ്റെ വല്ല ചലഞ്ച് ഇട്ടാൽ ഞാൻ ചെയ്യാം ഗൈസ്. ശബ്ദം കേൾക്കാം, TV-ൻ്റെയാണ്. അപ്പോൾ റൂമിലല്ല ഗൈസ്, പുറത്താണ്. വീടിൻ്റെ പുറത്തിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. അതേപ്പോൾ ഈ റൂമൊക്കെ സെറ്റ് ചെയ്ത് ക്യാമറയൊക്കെ മേടിച്ച് സെറ്റാകാൻ ഗൈസ്. ഞാൻ വില്ലേജ് തപ്പിയാണ്. ആ സാധനം എനിക്കറിയാം ഗൈസ്. അത് ഇഗ്ലു അല്ല, അത് വീടാണ് ഗൈസ്. അത് ഒരാളുടെ വീടാണ്. ഈ നടന്നു പോണ ആളുടെ വീടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് വീട് കിട്ടിയാലോ. ഗൈസ് ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്യാൻ പോവാ.
വയസ്സ് വീഡിയോ പോസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയുന്നത് ഫ്രീ ആയിട്ടൊരു വീട് കിട്ടി. ഫ്രീ ആയിട്ട് നമുക്ക് ഡോറ് മാത്രം വെച്ചാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഓൾറെഡി ഒന്നുണ്ട്. കുഴപ്പമില്ല. ഡോറ് നമ്മൾ ലക്ഷാവധിയായിരിക്കുന്നു. ലക്ഷപ്രഭു സ്വന്തമായിട്ടൊരു വീടുണ്ട്. സോറി, നമ്മുടെ ബാക്കി ഐറ്റംസ് ഒക്കെ എന്ത്? ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ എനിക്ക്. നമ്മുടെ എനിക്ക് മുമ്പേ ഞാൻ പണ്ട് തൊട്ട് കളിക്കാൻ തുടങ്ങിയതിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഈ മാച്ച് നമുക്ക് കളിക്കാൻ പോകുന്നത് കാര്യമൊന്നുമില്ല. മാച്ച് നമുക്ക് പതിവ് വയ്ക്കാം. എനിക്കൊരു കാര്യം ടെസ്റ്റ് ചെയ്യാറുണ്ട്. മോനെ കാണത്തില്ലെന്ന് വിചാരിച്ച ഇങ്ങനൊരു വീട് വരുന്നത് പണ്ട് ഞാൻ കളിക്കാൻ നേരത്ത് ഇങ്ങനൊരു വീടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സ്റ്റെയറും ഉണ്ടായിരുന്നു. ലൈറ്റ് വേണം, ലൈറ്റിൻ്റെ 5-ൻ്റെ ലൈറ്റില്ല. ഭയങ്കര ഇട്ടാണല്ലോ സാറ്റർഡേ. ഭയങ്കര ഡേയ്സ് ഒന്നും കാണാൻ ഗൈസ്. വെള്ളത്തിൻ്റെ അടിയിലാണ്. വേണം വാട്ട് ഗൈസ്. ഒരു വില്ലേജറുണ്ട്, ഒരു സോംബിയും ഉണ്ട്. കാണാനില്ല. ഗോൾഡൻ ആപ്പിൾ ഗൈസ്, ഫ്രീ. സ്പെഷ്യൽ പോർഷൻ ഓഫ് വീക്ക്നെസ്സിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ക്യാരക്ടേഴ്സ് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ചിലയിടത്ത് നമുക്ക് നമ്മുടെ വില്ലേജർ ബായിനൊക്കെ തുറന്ന് വിടാം. അത് കുടുങ്ങി കിടക്കുക. ഓക്കെ, ഇറങ്ങ നീ അങ്ങോട്ട്. ഇറങ്ങടാ, ഇറങ്ങടാ. നിനക്ക് ഇത് കണ്ടിട്ട് നിനക്കൊരു വീട് സെറ്റാക്കി വരാം. ആദ്യം തന്നെ ഇതങ്ങ് തുറന്നിട്ട് ഈ പൊട്ടി ഇറങ്ങുന്ന കൊല്ല. എന്നിട്ട് നിനക്കൊരു വീട് സെറ്റാക്കി കൊടുക്കാന്ന് വെച്ചാൽ ചത്തേക്ക് മേലോട്ട് പോകണം. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ചാടുന്നുണ്ടപ്പോൾ മേളിൽ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. ഓഹോ, ഇത് കൊള്ളാല്ലേ. ഇല്ലേ പൈസ അങ്ങോട്ടൊന്ന് കയറട്ടെ. ഒരു സെക്കൻഡ്. എനിക്ക് പണി കിട്ടിയോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. നൈസിന് ക്രിയേറ്റീവാണ്. അതിന് ശേഷം ഒരു ടോർച്ചെടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്നാണ് വീണത്. ഈ സ്ഥലം എനിക്കറിയാം. സ്കൈ ഷോട്ടോ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഒരു ഏരിയ ചെന്ന് ഞാൻ കുത്തി പൊളിച്ചപ്പോൾ പണി കിട്ടി. ചത്തിയ ലാഭ ഉണ്ടായിരുന്നു. ലാഭമുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ വില്ലേജ് ബായിക്കൊരു വീട് സെറ്റാക്കി കൊടുത്ത മതിയായിരുന്നു. സർവൈവൽ സീരീസ് അല്ല, ക്രിയേറ്റീവ് സീരീസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ സർവൈവൽ സീരീസ് ആണ് ക്രിയേറ്റീവ് സീരീസ് ആയിരിക്കും. സെറ്റായില്ല. നമുക്ക് വീടൊക്കെ
നിനക്ക് വീടായേ മതിയേ. ഇനി നമുക്ക് ഇവന് ബെഡ് വെച്ചെടുക്കാം. നമുക്ക് റെഡ് ബെഡ് വെച്ചിട്ട് ചെറുക്കുന്ന ബെഡ് ഒരു ബെഡൂടെ. കാരണം ഇവന് നമുക്ക് ഒരാളെയും കൂടെ കൊടുത്തേക്കാം. ഇവനൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു കൂട്ടുകാരനെ കൊടുക്കാം. ക്രിയേറ്റീവില് വില്ലേജറൊക്കെ ഉണ്ടോ? ഉണ്ടോ. ഗൈസ് എന്തൊരു ഇത് ഞാനിതെവിടെയാ വെച്ചെടുക്കാം. ചിലപ്പോൾ നിനക്കത് ടോർച്ച് വേണമല്ലേ. ഇവനൊരു കൂട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെസ്റ്റ് ഉണ്ട്. ഒക്കെ ഫുഡ് ഒക്കെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്രിയേറ്റീവില് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. ഇതിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. പിന്നെ എന്തോ അവിടെ ചെയ്യാനിട്ടുണ്ട്. ഫുഡ് ഇത് ഇവിടെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര ഉള്ള ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് കൂടെ ചെയ്തേക്കുക. പിന്നെ ഈ കാണുന്നതിലൂടെ എസ് എന്നൂടെ കമൻറ്റ് ചെയ്തേക്കുക മറക്കല്ലേ. ബൈ.